ഇന്ന് നേരത്തെ കേട്ടോ വന്നത്. ഞാൻ വന്നു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും കിട്ടണം. അപ്പം ഞാനൊരു മുട്ട കൊണ്ടുവന്നു കേട്ടോ. അത് ഞാൻ അവനെ പൊളിച്ചു കൊടുത്ത് എനിക്ക് സ്ഥലം വരെ പോകാനുണ്ട്. അങ്ങോട്ട് ഞാൻ നേരെ ഡ്രസ്സൊക്കെ മാറി നേരെ ഞാൻ പോവാം. ഞാനും അമ്മയും ആദ്യം ഉണ്ട് കേട്ടോ. ഞാൻ നെഹ്റു ലൈബ്രറിയിലേക്കാണ് പോകുന്നത്. എനിക്ക് അടുത്ത ബുക്ക് എടുക്കണം. അതുകൊണ്ട് ഞാൻ 2 ബുക്ക് കൊണ്ടു കൊടുത്തിട്ട് വേറെ ബുക്ക് എടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഷോപ്പിങ്ങും ചെയ്യാനുണ്ട്. അപ്പം ഞാനും അമ്മയും ഇറങ്ങും കേട്ടോ. ഇത് മലയോര ഹൈവേ ആണ്. ഈ വഴിക്കൂടെ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ പുല്ലുരമ്പാറ എത്തും. പുല്ലുരമ്പാറയിലാണ് നെഹ്റു ലൈബ്രറി ഉള്ളത്. അതിൽ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ സ്കൂളിലേക്ക് പോകുന്ന വഴിയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വഴിക്കൂടെ നേരെ പോയി കഴിഞ്ഞാൽ എൻ്റെ സ്കൂളിലേക്ക് എത്തും കേട്ടോ. ഒട്ടുമിക്ക കുട്ടികളൊക്കെ നടന്നാട്ടോ പോകുന്നത്. അല്ലെങ്കിൽ തന്നെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഞാനും എൻ്റെ സുഹൃത്തും കൂടെ നടന്നാട്ടോ പോകുന്നത്. നമ്മൾ ഒട്ടുമിക്ക ആവശ്യത്തിന് വരുന്ന അങ്ങാടിയാണ് ഈ പുല്ലുരമ്പാറ അങ്ങാടി. ഇവിടെ പെട്രോൾ പമ്പ്, വായനശാല, ഹെൽത്ത് സെന്റർ, അക്ഷയ സെന്റർ എന്നിങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഈ വഴി കൂടെ ബസ്സുകളൊക്കെ ഓടുന്നുണ്ട് കേട്ടോ. കോട്ടയം, തൊഴുപുഴ, കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ ഇവിടുന്ന് ബസ് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ പുല്ലുരമ്പാറ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇതിൽ നേരെ പോയി കഴിഞ്ഞാൽ നമ്മളെ നെഹ്റു ലൈബ്രറിയിലേക്ക് എത്തും. ധ്യാന കേന്ദ്രവും മലബാർ സ്പോർട്സ് അക്കാദമിയും ഒക്കെ ഇവിടെ അടുത്താണ്. അങ്ങനെ നമ്മൾ ലൈബ്രറിയിലേക്ക് എത്തിയിട്ടുണ്ട്. ലൈബ്രറി മുകളിലത്തെ നിലയായതും കൊണ്ട് നമ്മൾ സ്റ്റെപ്പ് കയറി വേണം ലൈബ്രറിൻ്റെ ഉള്ളിലേക്ക് പോകാൻ. ഇവരായിരുന്നു കേട്ടോ നേരത്തെ ഈ ലൈബ്രറി ഉള്ളവർ. ഇവരിപ്പോൾ മരിച്ചു പോരാട്ടോ. ഇപ്പോൾ വേറെ ആളാണ് ഇപ്പോൾ ഇവിടുത്തെ ലൈബ്രറി നോക്കുന്നത്. കണ്ടോ, 12,000 ബുക്കുണ്ട് ഇവിടെ. കണ്ടോ എത്രയാണെന്നോ. ഇനി മുകളിലത്തേൽ കുറച്ചും കൂടെ പ്രധാനപ്പെട്ട ബുക്ക് മുകളിലത്തേൽ ഉണ്ട്. അത് ഞാൻ വായിക്കാനായില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ എടുത്തില്ല. കണ്ടോ ഇവിടെ പേര് എഴുതിയിട്ടുണ്ട്. ഇതായിട്ട് ലൈബ്രറി ഞാൻ 2 ബുക്കായിട്ട് എടുത്തത്. അതിനകത്തുള്ള ഒരു ബുക്കിൻ്റെ ഉൾവശമായിട്ട് ഞാൻ കാണിക്കുന്നത്. ഇനി ഞാൻ തിരിച്ചു പോവാണ്. നമുക്കിനി മെഡിക്കൽ ഷോപ്പിലേക്ക് ഒന്ന് കയറണം. അവിടെ എത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം. അങ്ങനെ മരുന്നൊക്കെ വാങ്ങി നേരെ നമ്മൾ ജോമോൻ്റെ കടയിലേക്ക് കേട്ടോ പോയത്. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് പച്ചക്കറി കടയുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി നേരെ ശ്രീരാജേട്ടൻ്റെ കടയിൽ കയറി കുറച്ച് കോപ്പി ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ പേപ്പറിൻ്റെ. അങ്ങനെ അതൊക്കെ ചെയ്യാൻ ചേട്ടന് പേപ്പർ കൊടുത്ത് വെയിറ്റ് ചെയ്ത് പേപ്പറൊക്കെ കിട്ടി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാം. ഇവിടെ അടുത്താട്ടോ അരിപ്പാറ വെള്ളച്ചാട്ടം, അതുപോലെ തന്നെ തുഷാരഗിരി കേട്ടോ. നാട്ടിലാട്ടോ കയാക്കിംഗ് ഒക്കെ നടക്കുന്നത്. ഈ സമയത്ത് വന്ന് തന്നെ നിങ്ങൾക്കൊക്കെ കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ വീട് ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ബായ്.